ഹലോ എല്ലാവർക്കും ഏറ്റവും ഒരു ടീസർ റിവ്യൂലേക്ക് നമ്മൾ ടീസർ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞ ഒരു ടീസറാണ്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു. ബിപിൻ ദാസ് ആണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അതിന് മുൻ ചിത്രം അന്താക്ഷരി, അതുപോലെ തന്നെ ജയ ജയ ഹേ എന്ന ചിത്രമായിരുന്നു. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പല നടയിലോട്ട് വരുമ്പോൾ വൻ കാസ്റ്റിംഗ് തന്നെയാണ്. നമ്മുടെ ബേസിൽ ജോസഫ്, പൃഥ്വിരാജ് സുകുമാരൻ, അതുപോലെ തന്നെ ആശാരാജൻ, നിഖില വിമൽ, യോഗി ബാബു, രേഖ, ബാജു സോപാനം, ഷിജു സണ്ണി തുടങ്ങിയവരൊക്കെ പ്രധാനമായും കാസ്റ്റിംഗ് വരുന്ന മൂവി തന്നെയാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, നല്ലൊരു കോമഡി ട്രാക്കിലേക്കാണ് അത് കൊണ്ടുവരാൻ ശ്രമിച്ചുള്ളത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ചിത്രം കുറേ കാലത്തിന് ശേഷം ഗുരുവായൂർ ഷൂട്ടിംഗ് ചെയ്യുന്ന പ്രത്യേകത ഉണ്ട്. എൻ്റെ നാടാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ഒരു നെഗറ്റീവ് ഷെഡ്യൂളുള്ള കഥാപാത്രമാണെന്നൊക്കെയാണ് കേൾക്കപ്പെടുന്നത്. നമ്മൾ ട്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ 1 മിനിറ്റും 23 സെക്കൻഡ് ആയിരുന്നു. കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞ ബിപിൻ ദാസ് ആണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണം സുപ്രിയ മേനോൻ. ഇതിന് ട്രെയിലർ തന്നെ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഗുരുവായൂർ അമ്പലനടയിൽ കല്യാണം വെച്ച് നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ടീസറിൽ അങ്ങനെയാണ് വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളൂ. കൂടുതൽ ഇപ്പോൾ നമുക്ക് ട്രെയിലർ കാരണം ഇത് തുറക്കുന്നതിൻ്റെ ബേസിൽ ഒരു കട്ടിൽ നിന്ന് എനിക്കുന്നുണ്ട്. ഇത് നടക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു കല്യാണമാണ്, നടക്കുമെന്ന് പോലും അറിയില്ല, നല്ലൊരു കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഞെട്ടി വരുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫാമിലീസ് കാണിക്കുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഇതിൻ്റെ അളിയൻ കഥാപാത്രമായി ചെയ്യുമെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ അനശ്വരയാണ് ഇതിൽ നായികമായിട്ട് വന്നിട്ടുള്ളത്. ബേസിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ബന്ധുവായിട്ടാണ് പൃഥ്വിരാജ് വന്നിട്ടുള്ളത്. നിഖില വിമലായിരിക്കാം പൃഥ്വിരാജ് നായകനായിട്ട് വന്നിട്ടുണ്ടാവുക. യോഗി ബാബു ഒരു ഈവൻറ്റ് മാനേജർ നടത്തുന്ന വ്യക്തിയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ കല്യാണം നടക്കുമോ ഇല്ലേ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. പൃഥ്വിരാജിനെ കുറിച്ച് കുറച്ച് പൊക്കി പറയുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ഗ്ലാമറാണ് ആനന്ദാട്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ട്രെയിലർ എനിക്ക് ഉടനീളം കണ്ടപ്പോൾ ചെറിയൊരു ഭയം തന്നെ തോന്നുന്നുണ്ട്. കാരണം പൃഥ്വിരാജിൻ്റെ സീൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മറ്റൊരു ഗോൾഡോ ഒക്കെയാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തിറങ്ങിയ ബ്രദേഴ്സ് ഡേയിലെ പൃഥ്വിരാജിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം പൃഥ്വിരാജിന് ഒരു പരിധിയാണ് ഒരു കോമഡി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പുറത്തോട്ട് എത്തുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു നാഷണൽ ആയിട്ട് നമ്മുടെ ആഡിയോതൊക്കെ വന്ന അവസരത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ വലിയൊരു നെഗറ്റീവ് ആവാനും ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് കോമഡി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുഖത്തുള്ള എക്സ്പ്രഷൻസ് കൗണ്ടർ ഒട്ടുന്നതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതുപോലെ ബേസിലിനെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്, ബേസിൽ നമ്മുടെ കടനം അണ്ടകടഹ എന്ന് പറഞ്ഞിട്ട് മൂവി കുറച്ച് മുമ്പ് അറിയുന്നു. ആ ലൈനൊക്കെ പിടിച്ചിരുന്നത് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. ആ രണ്ടും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കണ്ടപ്പോൾ ട്രേസർ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. ഒരു പക്ഷേ വലിയൊരു പരാജയമാവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞിട്ട മൂവി. ഒരു പക്ഷേ വലിയ വിജയമാവാനും ചാൻസ് ഉണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ വലിയ വിജയം തന്നെയായിരിക്കും. മറ്റൊരു പ്രത്യേകത വെച്ചാൽ പൃഥ്വിരാജിൽ നെഗറ്റീവ് ഷെഡ്യൂളുള്ള കഥാപാത്രമാണെന്ന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു. കാരണം നമുക്ക് ചെറിയൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഇവനൊക്കെ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ കുടുംബം തന്നെ നശിച്ചു പോകുന്ന ചെറിയ ഭാഗം കാണിക്കുന്നുണ്ട്. അത് പിന്നീട് ഒരു കോമഡിക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ അദ്ദേഹം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും പൃഥ്വിരാജ് ചെയ്യുന്നുണ്ടാവുക. ഒരു കല്യാണം അത് മുടക്കേണ്ട ശ്രമങ്ങളും നടക്കുമോ ഇല്ല എന്നൊക്കെയാണ് മുന്നതിൻ്റെ ഒരു സ്റ്റോറി ലൈനായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത് എവിടെയോ. അപ്പം എന്തായാലും ഗുരുവായൂർ അമ്പലനടയിൽ ടീസർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ ടീസറിനേക്കാളും മികച്ചത് ഒരു നമുക്ക് ചിത്രങ്ങളിൽ സാധിച്ചാൽ വലിയൊരു വിജയം തന്നെയായിരിക്കും. കാരണം ഈ കൈ നിറത്തുള്ള കോമഡി കിട്ടിക്കഴിഞ്ഞാൽ വന്നൊരു കോമഡി ദുരന്തമായിട്ട് തന്നെ മാറും. കാരണം പൃഥ്വിരാജിൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഗോൾഡും ബേസിലിൻ്റെ അണ്ടകടാഹം പോലത്തെ ആ രീതിയിലുള്ള ലൈനായിട്ട് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊക്കെ അങ്ങനെ സാമ്യം തോന്നി. അതെല്ലാം അതിനൊക്കെ മറികടക്കാൻ ഒരു പക്ഷേ നമ്മുടെ ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ മൂവിക്ക് സാധിച്ചാൽ വലിയ വിജയം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു, ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും മെയ് മാസത്തിലാണ് ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മെയ് 23 തോന്നുന്നു. ഡേറ്റ് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. എന്തായാലും ടീസറിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഗോൾഡോ മറ്റൊരു അണ്ടകടാഹമൊന്നും ആവാതിരിക്കട്ടെ. നമുക്കൊരു ഗുരുവായൂർ അമ്പലനടയിൽ വലിയൊരു ശ്രീകൃഷ്ണനെ കണ്ടിട്ടുള്ള ഒരു പ്രതിനിധി തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നമ്മളോട് ഇഷ്ടപ്പെട്ടത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. അതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.